റഷ്യയെ ലക്ഷ്യം വെച്ച പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ ആയുധപുരകൾ പൂർണ്ണമായും തുറക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിറങ്ങൂ എന്ന നാറ്റോയുടെ പുതിയ ആഹ്വാനം ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണോ എന്ന ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ്. തീരുമാനിച്ചുറപ്പിച്ച യൂറോപ്പ് മുന്നോട്ട് പോകുമ്പോൾ സമാധാനത്തിന് പകരം ഒരു വൻ സൈനിക സന്നാഹത്തിനാണ് തുർക്കിയിലെ അങ്കാറയിൽ സമാപിച്ച ചരിത്രപരമായിട്ടുള്ള നാറ്റോ ഉച്ചകോടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സഖ്യത്തിലെ ഒരാൾക്ക് നേരെയുള്ള ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നും എന്ത് വില കൊടുത്തും കൂട്ടായ പ്രതിരോധം ഉറപ്പാക്കുമെന്നും നാറ്റോ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പൂർണ്ണ പിന്തുണയോടെ റഷ്യക്കെതിരായ പോരാട്ടത്തിൽ യുക്രൈന് വൻ ആയുധ ശേഖരമാണ് നാറ്റോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 2026 മാത്രം സൈനിക ഉപകരണങ്ങൾക്കും പരിശീലനത്തിനുമായി ഏകദേശം 70 ബില്യൺ യൂറോ, അതായത് $80 ബില്യൺ നൽകാനാണ് സഖ്യകക്ഷികളുടെ തീരുമാനം. ഇതിന് പുറമെ അമേരിക്കയുടെ അതിനൂതനമായിട്ടുള്ള പേട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ ഉക്രൈന് അമേരിക്ക പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. ആയുധങ്ങൾക്ക് പുറമെ ആധുനിക സാങ്കേതിക വിദ്യകളെയും നാറ്റോ ഈ അച്ചുതണ്ടിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് യുദ്ധകാല ക്ലൗഡ് അവർ വികസിപ്പിക്കുന്നു. റഷ്യയുടെ അതിർത്തി രാജ്യങ്ങളായിട്ടുള്ള ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ എന്നിവിടങ്ങളിൽ നാറ്റോയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വലിയ തോതിൽ നവീകരിക്കാനാണ് മറ്റൊരു തീരുമാനം. റഷ്യൻ അതിർത്തിക്ക് സമീപം പറക്കുന്ന വിമാനങ്ങളെ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഭീഷണി ഉയർത്തുന്ന എന്തിനേയും വെടിവെച്ചിടാൻ പൈലറ്റുമാർക്ക് അവർ വലിയ അധികാരം നൽകിയിരിക്കുകയാണ്. ഈ വർഷം തന്നെ എസ്റ്റോണിയയ്ക്കും ലാത്വിയയ്ക്കും മുകളിൽ വെച്ച ഡ്രോണുകൾ നാറ്റോ വെടിവെച്ചിട്ടിരുന്നു. അത്തരം വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നാറ്റോയെ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള തറക്കല്ലാണ് അങ്കാറയിലെ ഉച്ചകോടി ഇട്ടതെന്ന് ആതിഥേയനായിട്ടുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗാൻ വ്യക്തമാക്കി. ഇതിനുള്ള പാരിതോഷികം എന്നോണം മറ്റു സഖ്യകക്ഷികളുടെ എതിർപ്പുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് ട്രംപും സൂചിപ്പിച്ചു. കൂടാതെ ഗൾഫ് മേഖലയിലെ ഹോർമൂസ് കടലിടുക്കിലേക്ക് നാറ്റോയുടെ മൈൻ സ്വീപ്പർ കപ്പലുകൾ അയക്കാനുള്ള തീരുമാനവും ഇതോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് പകരം റഷ്യയെ സൈനികമായി വളയാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗൂഢതന്ത്രമാണ് നാറ്റോ ഉച്ചകോടിയിലൂടെ പുറത്തു വരുന്നത്. യൂറോപ്പ് തീരുമാനിച്ചുറപ്പിച്ച് ഒരുമിച്ചിറങ്ങുമ്പോൾ റഷ്യക്കെതിരെ നടക്കുന്ന ഈ നീക്കങ്ങളെ ഇന്ത്യയും മറ്റു ലോകരാജ്യങ്ങളും വലിയ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. നാറ്റോയുടെ ഈ അപകടകരമായിട്ടുള്ള ആയുധവൽക്കരണം ലോകത്തെ കൂടുതൽ അസ്ഥിരതയിലേക്കും ഒരുപക്ഷെ മറ്റൊരു മഹായുദ്ധത്തിലേക്കുമായിരിക്കും നയിക്കുക.